വീടുകളിൽ നിന്ന് പനിക്കാലം മാറാത്ത സമയമാണിപ്പോൾ. പനികൾ തന്നെ പല പേരുകളിലായതിനാൽ രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ്. പകർച്ചപ്പനികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ അനിവാര്യമാണെന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്. കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ, MMR, HPV വാക്സിനുകൾ അനിവാര്യമാണ്. സർക്കാർ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ ഈ വാക്സിനുകൾ ഉൾപ്പെടുത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടും. മാരകമായ പല രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി ജനിച്ചു വീഴുമ്പോൾ തന്നെ പ്രതിരോധ കുത്തിവയ്പ് ലഭിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായും സൗജന്യമായാണ് 12 രോഗങ്ങൾക്കെതിരായ പ്രതിരോധ വാക്സിനുകൾ ലഭിക്കുന്നത്. കാലഘട്ടം മാറുന്നതനുസരിച്ച് പുതുതായി വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ നിലവിൽ നൽകുന്ന വാക്സിനുകളുടെ കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതിൽ പ്രധാനമാണ് MMR, HPV, ഇൻഫ്ലുവൻസ വാക്സിനുകൾ. എപ്പോൾ മുതൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാം? ഇൻഫ്ലുവൻസ വാക്സിൻ കുട്ടികൾക്ക് ആദ്യത്തെ വർഷം തന്നെ തുടങ്ങാവുന്നതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രചാരത്തിലുള്ള ആ സ്കെഡ്യൂൾ പ്രകാരം 6ാമത്തെയും 7ാമത്തെയും മാസങ്ങളിൽ ഓരോ വാക്സിൻ, 6 മാസം ഒരു വാക്സിൻ, 7ാമത്തെ മാസം അതിൻ്റെ സെക്കൻഡ് ഡോസ്. അത് കഴിഞ്ഞ് ഓരോ വർഷവും സിംഗിൾ ഡോസ്, ഓരോ ഡോസ് എടുത്താൽ മതി. 2ാമത്തെ വയസ്സിൽ, 3ാമത്തെ വയസ്സിൽ, 4ാമത്തെ വയസ്സിൽ, അങ്ങനെ ഓരോ വർഷവും ഓരോ ഡോസും കൂടിയാണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. വാക്സിനുകൾ സ്വീകരിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി കൂടും. ഇതോടെ വീടുകളിലെ ആശുപത്രി ചെലവുകൾ കുറയും. എന്നാൽ നിലവിൽ സർക്കാർ സംവിധാനത്തിൽ ഈ വാക്സിൻ ലഭ്യമല്ല. നിലവിൽ നൽകുന്ന വാക്സിനുകൾക്കൊപ്പം ചിക്കൻ പോക്സ്, ടൈഫോയിഡ്, RSV, HPV, ഹെപ്പറൈറ്റീവ് വാക്സിനുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ ആരോഗ്യമേഖലയിൽ കേരളത്തിന് സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കാമെന്നും വിദഗ്ധർ പറയുന്നു. 24 കൊച്ചി.